ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റഡി ഫോക്കസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ട്രിഗണോമെട്രിക് ടേബിളിൽ സൈന്, കോസ്, ടാൻ ഇവയുടെയൊക്കെ വാല്യൂസ് ആംഗിളിൻ്റെ വാല്യൂസ് എങ്ങനെ സിമ്പിളായി കണ്ടുപിടിക്കാനുള്ള ട്രിക്കാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനായി ഈ വാല്യൂസ് എങ്ങനെ കിട്ടണമെന്ന് ഫസ്റ്റ് അറിയണം. അതിനായി നമുക്ക് ഒരു കാര്യം ചെയ്ത് നോക്കാം. ഇവിടെ 0 ഡിഗ്രി, 13 ഡിഗ്രി, 45 ഡിഗ്രി, 16 ഡിഗ്രി, 90 ഡിഗ്രി എന്നീ ആംഗിൾസ് എടുക്കുക. അതിനുശേഷം ഓരോ ആംഗിൾസിനും നമ്പേഴ്സ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ 0, 1, 2, 3, 4. അതിനുശേഷം ഇവിടെ 4 നമ്പേഴ്സ് വരുന്നത് കൊണ്ട് ഓരോ നമ്പേഴ്സിനും 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ 0/4, 1/4, 2/4, 3/4, 4/4. അതിനുശേഷം ഈ ഓരോ നമ്പേഴ്സിനും റൂട്ട് കൊടുക്കുക. അപ്പോൾ റൂട്ട് എടുക്കുക. റൂട്ട് 0/4, റൂട്ട് 1/4, റൂട്ട് 2/4, റൂട്ട് 3/4, റൂട്ട് 4/4. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള വാല്യൂസ് നമുക്ക് കിട്ടും. ഇനി ഈ വാല്യൂസ് യൂസ് ചെയ്തിട്ട് സൈനിൻ്റെ ആംഗിൾസ് എങ്ങനെയാണ് വരുന്നത്, സൈനിൻ്റെ ആംഗിൾസിൻ്റെ വാല്യൂസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇവിടെ റൂട്ട് 0/4 ആണ് വരുന്നത്. അപ്പോൾ അതെടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? റൂട്ട് എടുക്കുമ്പോൾ 0 വരും. ഇനി ഇവിടെ റൂട്ട് 1/4 ആണ്. അപ്പോൾ ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 1/2. ഇനി ഇവിടെ റൂട്ട് 2/4 ആണ്. അതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ റൂട്ട് ഓഫ് 1/2 ആണ് വരിക. റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 1/√2 വരും. ഇനി ഇവിടെ റൂട്ട് 3/4 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് 3/4ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 2 ആയിട്ട് വരും. പിന്നെ ഇവിടെ റൂട്ട് 4/4 ആണ് എന്ന് വെച്ചാൽ = 1 വരും. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 1 തന്നെ വരും. ഇനി ഇപ്പോൾ നമുക്ക് സൈൻ തീറ്റയുടെ ഓരോ ആംഗിൾസിൽ വരുന്ന വാല്യൂസ് കിട്ടി. ഇനി ഇതിൻ്റെ റിവേഴ്സ് ഓർഡറാണ് കോസ് തീറ്റയ്ക്ക് വരിക. അപ്പോൾ ഈ വാല്യൂസ് റിവേഴ്സായി വരുന്നതാണ് കോസ് തീറ്റയ്ക്ക് വരിക. അപ്പോൾ ഇവിടെ എന്ത് വരും? കോസ് 0 ഡിഗ്രി 1, കോസ് 13 ഡിഗ്രി റൂട്ട് 3/2, കോസ് 45 ഡിഗ്രി 1/√2, കോസ് 16 ഡിഗ്രി 1/2, കോസ് 90 ഡിഗ്രി 0 വരും. ഇനി ടാൻ തീറ്റയുടെ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതിനായി നമുക്കറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ടാൻ തീറ്റ = സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. അപ്പോൾ ഇവിടെ ടാൻ 0 ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ട് ടാൻ 0 ഡിഗ്രി = സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. അപ്പോൾ ഇവിടെ സൈൻ 0 ഡിഗ്രി ആയിട്ട് വരുന്നത് 0 ആണ്. അപ്പോൾ 0/cos 0 ഡിഗ്രി വരുന്നത് 1. അപ്പോൾ ഇവിടെ 0/1 ആയതുകൊണ്ട് ഇൻഫിനിറ്റി ആണ് നമുക്ക് ആൻസർ കിട്ടുക. നോട്ട് ഡിഫൈൻഡ് ആണ് ടാൻ 0 ഡിഗ്രിയുടെ വാല്യൂ. ഇനി ടാൻ 30 ഡിഗ്രി = സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. ഇവിടെ 1/2 ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് 3/2 ആണ് വാല്യൂ. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കലാവുമ്പോൾ 2/√3 വരും. അപ്പോൾ 2ഉം 2ഉം ക്യാൻസലായി പോയാൽ ടാൻ 30 ഡിഗ്രിയുടെ വാല്യൂ നമുക്ക് 1/√3 കിട്ടും. ഇനി ടാൻ 45 ഡിഗ്രി എന്താണ്? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ആണ്. ഇവിടെ സൈൻ തീറ്റ 45 ഡിഗ്രിയുടെ വാല്യൂ 1/√2, കോസ് തീറ്റയുടെ വാല്യൂ 1/√2 ആണ്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/√2 ഓൾ ഡിവൈഡഡ് ബൈ 1/√2. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 1/√2 ഇൻറ്റു √2/1. √2 ക്യാൻസലായി പോയാൽ ആൻസർ എന്ത് വരും? 1/1 = ടാൻ 45 ഡിഗ്രിയുടെ വാല്യൂ 1 കിട്ടും. ഇനി ടാൻ 16 ഡിഗ്രി എന്താണ്?
സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ആണ്. അപ്പോൾ ഇവിടെ സൈൻ 16√3/2 കോസ് 60 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ അതെടുക്കുമ്പോൾ √3/2 ഓൾ ഡിവൈഡഡ് ബൈ 1/2. ഇതിനെ ഒന്നും കൂടി സിമ്പിളായി നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? √3/2 ഇൻറ്റു 2/1. 2ഉം 2ഉം ക്യാൻസലായ √3/1. അപ്പോൾ ടാൻ 60 ഡിഗ്രിയുടെ വാല്യൂ എന്ത് വരും? √3. ഇനി ഇതുപോലെ തന്നെ ടാൻ 90 ഡിഗ്രി ഈക്വൽ ടു എന്താണ്? സൈൻ 90 ഡിഗ്രി ഡിവൈഡഡ് ബൈ കോസ് 90 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ സൈൻ 90 ഡിഗ്രിയുടെ വാല്യൂ 1 ആണ്, കോസ് 90 ഡിഗ്രിയുടെ വാല്യൂ 0 ആണ്. നമുക്ക് എന്ത് വരും? 1/0 ഈക്വൽ ടു എന്താണ്? ഇൻഫിനിറ്റി ആണ്, നോട്ട് ഡിഫൈൻഡ് ആണ് വാല്യൂ. ഇനി നമുക്ക് കിട്ടിയ ടാനിൻ്റെ വാല്യൂസ് ഇതിലേക്ക് എടുത്ത് എഴുതാം. ഇവിടെ ടാൻ 0 ഡിഗ്രി ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ് വന്നിരിക്കുന്നത്. സോറി, ഇവിടെ ടാൻ 0 ഡിഗ്രിയുടെ വാല്യൂ 0 ആണ്. 0/1 വരുമ്പോൾ വാല്യൂ 0 ആണ് വരിക. ഇനി നമുക്ക് കിട്ടിയ വാല്യൂസ് ഇവിടെ എടുത്ത് എഴുതുമ്പോൾ ടാൻ 0 ഡിഗ്രി ഈക്വൽ ടു 0, ടാൻ 30 ഡിഗ്രി ഈക്വൽ ടു 1/√3, ടാൻ 45 ഡിഗ്രി ഈക്വൽ ടു 1, ടാൻ 60 ഡിഗ്രി ഈക്വൽ ടു √3, ടാൻ 90 ഡിഗ്രി ഈക്വൽ ടു ഇൻഫിനിറ്റി വരും. ഇനി നമുക്ക് സൈനിൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെയും വാല്യൂ യൂസ് ചെയ്തിട്ട് കൊസീക്ക്, സീക്ക്, കോട്ട് ഇവയുടെ വാല്യൂസ് കണ്ടുപിടിക്കാം. നമുക്കറിയുന്ന കേസാണ് സൈൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്, കോസിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക്, ടാനിൻ്റെ റെസിപ്രോക്കലാണ് കോട്ട്. ഇനി ഇതെങ്ങനെയാണ് വാല്യൂസ് വരുന്നത് നോക്കാം. അപ്പോൾ കൊസീക്കിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ സൈനിൻ്റെ വാല്യൂസിൻ്റെ റെസിപ്രോക്കലാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഇവിടെ 0/0 വരുമ്പോൾ നമുക്കിവിടെ ഇൻഫിനിറ്റി ആണ് ആൻസർ വരിക. ഇവിടെ വാല്യൂ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇനി സൈൻ 30 ഡിഗ്രി 1/2 ആണ് കിട്ടിയത്. അപ്പോൾ കൊസീക്ക് വരിക അതിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ 2. ഇവിടെ 1/√2 കിട്ടിയതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എന്ത് വരും? √2 വരും. ഇനി കൊസീക്ക് 60 ഡിഗ്രി എന്ത് വരും? ഇതിൻ്റെ റെസിപ്രോക്കല്. അപ്പോൾ 2/√3. കൊസീക്ക് 90 ഡിഗ്രി എന്ത് വരും? 1/1 വരും. അപ്പോൾ ആൻസർ എന്ത് വരും? 1 വരും. ഇനി സീക്കിൻ്റെ വാല്യൂ കോസിൻ്റെ വാല്യൂസിൻ്റെ റെസിപ്രോക്കലായിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ സീക്ക് 0 ഡിഗ്രി എന്ത് വരും? 1 തന്നെ വരും. ഈ സീക്ക് 30 ഡിഗ്രി വരുമ്പോൾ കോസ് തീറ്റയുടെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും? 2/√3. ഇനി സീക്ക് 45 ഡിഗ്രി ഈക്വൽ ടു √2/1 വരും. ആൻസർ എന്ത് വരും? √2 തന്നെ. ഇനി സീക്ക് 60 ഡിഗ്രി ഈക്വൽ ടു 2 വരും. സീക്ക് 90 ഡിഗ്രി ഈക്വൽ ടു 0 വരും. ഇനി കോട്ടിൻ്റെ വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ടാനിൻ്റെ റെസിപ്രോക്കൽ എടുക്കാം. അപ്പോൾ ഇവിടെ കോട്ട് 0 ഡിഗ്രി വരുമ്പോൾ 0/0 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? ഇൻഫിനിറ്റി ആണ് വരിക. ഇനി കോട്ട് 30 ഡിഗ്രി വരുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് √3 വരും. ഇനി കോട്ട് 45 ഡിഗ്രി ഈക്വൽ ടു ടാനിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1 തന്നെ വരും. കോട്ട് 60 ഡിഗ്രി ഈക്വൽ ടു എന്ത് വരും? 1/√3 വരും. ഇനി കോട്ട് 90 ഡിഗ്രി ഈക്വൽ ടു വരുമ്പോൾ ഇൻഫിനിറ്റി/0 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 0 കിട്ടും. ഇവിടെ ഇത്ര നേരം ചെയ്തത് സിമ്പിളായ കാര്യങ്ങളാണ്. സൈനിൻ്റെ വാല്യൂസ് മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അതിനുശേഷം ആ വാല്യൂസിൻ്റെ റിവേഴ്സ് ഓർഡറാണ് കോസ് തീറ്റ വരുന്നത്. പിന്നെ ടാൻ തീറ്റ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ആയതുകൊണ്ട് ആ വാല്യൂസ് നമുക്ക് സിമ്പിളായി കണ്ടുപിടിക്കാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കാനുള്ളത് സൈനിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്കിൻ്റെ വാല്യൂസ് വരിക. അതുപോലെ തന്നെ കോസിൻ്റെ റെസിപ്രോക്കലാണ് സീക്കിൻ്റെ വാല്യൂസ് വരിക. അതുപോലെ ടാനിൻ്റെ റെസിപ്രോക്കലാണ് കോട്ടിൻ്റെ വാല്യൂസ് വരിക. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ട്രിഗണോമെട്രിയിലെ ആംഗിൾസ് നമുക്ക് സിമ്പിളായി കണ്ടുപിടിക്കാവുന്നതാണ്.